ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിനും ഓരോരോ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു ബിഗ് പോയിന്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക്. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ചില പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയേക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക.
അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷെ ചിലതിന് നമ്മൾ പേയ്മെൻ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു എസ്സേ, ഇപ്പോൾ ChatGPT ഒക്കെ നമുക്കൊരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. കൃപാസനത്തിൽ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻ്റാണത്. അതെന്ത് പേയ്മെൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല, 1000 മണി ജപമാല, 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു ഇവിടെ. ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ, സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്ത് കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗൺ ആയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ചയിടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഉത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല, ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്, ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രായിട്ട് ആദ്യം ഒരു മാതാവ് 1987
എൻ്റെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു. അത് സിൽവർ ഗ്രേ ആണ്, നടുക്ക് ക്രോക്ക് ഉണ്ടായിരുന്നു, 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൊണ്ട് കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല. അച്ഛന് വട്ടാണെന്ന് തോന്നും. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്, അത് ഇത് കൊണ്ടുവന്നു. എൻ്റെ അത് മൊബൈലിൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത് ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനെ അവർ പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചേനും സണ്ണിച്ചേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട്. മാതാവ് തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലായിരുന്നു. ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കൊരു സംശയം തോന്നി, എന്തിങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്. മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. അപ്പം എനിക്ക് മനസ്സിലായി, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ ഈ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ മനസ്സിലായി ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഞാനിത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ വിഷയം നേരിട്ട് ഏറ്റെടുത്ത്, സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത്. അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ചൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അകത്ത് ഈ പ്രകൃതിയും ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ, കരിമേഘങ്ങളുടെ ഒരുതരം കളറും കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ നിറം, സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം വല്ലാത്ത വിഷയങ്ങളാണ്. ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണിത്. അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന. അതിനകത്ത് 8-10 ലൈനേ ഉള്ളൂ. അപ്പോൾ കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് ആ പ്രാർത്ഥന മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത്. ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല. വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നാണ്. അത് മാത്രം പ്രാർത്ഥിച്ച് 6 മാസം പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ.
അങ്ങനെ 6 മാസം പ്രാർത്ഥിച്ച് ഒരു ദിവസം വേളാങ്കണ്ണിയിൽ 90 ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത്, എഗ്രിമെൻ്റ് എന്താണ് വെച്ചാന്ന് ചോദിച്ചു. എഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് അത് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. കാര്യം പരിശുദ്ധാത്മാവ് ഉടനെ അത് വ്യാഖ്യാനപരം കിട്ടി. അതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യാഖ്യാനപരം കിട്ടി. വ്യാഖ്യാനപരം കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ സാർ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ചാവും. എന്നിട്ട് ഉടനെ ഞാൻ പറഞ്ഞു, സാറേ പേപ്പർ കീറി എടുത്തേ. അപ്പോൾ സാർ ഉടനെ താഴെ ഇരുന്ന് കെട്ടിയും പൊട്ടി പോരാൻ പോകുകയായിരുന്നു. രണ്ടാമത് സൂൾക്ക് ബാഗ് തുറന്ന് പേപ്പർ എടുത്ത്, ഒരു പേപ്പർ എനിക്കും തന്ന് ഒരു പേപ്പർ സാറിനും എടുത്ത്. ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി 4 കൊന്തയില്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത് എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി 4 കൊന്തയില്ലേ. 4 കൊന്തയില്ലേ. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങേടുത്ത് 4 കൊന്തയും കഴിഞ്ഞ് ഇങ്ങേടുത്ത് വരുമ്പോൾ ഇങ്ങനെ വിഷണ്ണനായിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അമ്മ തന്ന് എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പുള്ളിയുടെ പേപ്പറെ. പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത്. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ്, നിറച്ച് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല. പുള്ളിയുടെ കയ്യിലുള്ളത് പാപം, എൻ്റെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ്. ഞാനിങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപ്രമാണം ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. മലയാളം പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തും തുറന്ന് കിട്ടും. വിശ്വാസപ്രമാണം ഒരു താക്കോലാണ്, ഒരു താഴുമാണ്, ഒരു താക്കോലുമാണ്. വിശ്വാസപ്രമാണം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇപ്പം ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ആ വീട് പൂട്ടണത് നിങ്ങൾ ആ വിശ്വാസപ്രമാണം ചൊല്ലി പൂട്ടിക്കളണം ആ വീട്. അപ്പം പിന്നെ ഒരു ചലിക്കത്തില്ല. അതിന് അവർ പാമ്പ് പോലും കയറത്തില്ല അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് തുറക്കണതും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിശ്വാസപ്രമാണമാണ് ചൊല്ലണത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും, അവരവിടെ ഉണ്ടാകുമോ, നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുമോ, പറയണ കേൾക്കുമോ, പോകുന്ന കാര്യം നടക്കുമോ. അപ്പോൾ ആദ്യം ചെല്ലേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത് താക്കോല് വിശ്വാസപ്രമാണമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ. ഇപ്പം ഞങ്ങളുടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയ ഉടനെ ഈ സാധനം തുറന്ന് കിട്ടി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോഴാണ് അത് ഉടമ്പടിയാണത്. അപ്പം അത് ഓപ്പണായി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഈ 2 പേപ്പറിന് നടുക്കുള്ള വാക്കതാണ് നടപടി. അത് യെശയ്യായുടെ പുസ്തകമാണ്. 1:18 വരണതാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അന്ന് ആ ഭാഗം ഒന്ന് വായിച്ച്. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പം ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഉടമ്പടിയായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട്. പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ചിട്ട് ആൾക്കാരുടെ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായൊരു ഉടമ്പടിയാണ് 2016 അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ്, പുതിയൊരു പ്രാർത്ഥനാക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി. എന്താണിത്, എവിടെ നിന്നാണിത്, എങ്ങനെയാണിത്, ബൈബിള് വിരുദ്ധമാണോ, ദൈവശാസ്ത്ര വിരുദ്ധമാണോ എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, മെത്രാനച്ചന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി. അങ്ങനെ എഴുതി 72 മണിക്കൂർ എഴുതിയ 170-170ഓളം പേജുകൾ 72 മണിക്കൂർ കൊണ്ട് എഴുതിയതാണത്.
ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം വരണം. ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതുകയാണ്. അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് പ്രയോഗവിധികൾ വരണത്. പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രയോഗവിധികളില്ല. പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ്. സഭയിലുണ്ടായിരുന്ന പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെസകാവ് വലിയ ശനിയാഴ്ച നമുക്ക് പണ്ട് ആനാമ്പെള്ളം തരത്തില്ല, പുത്തൻവെള്ളം തരികയല്ലേ. ഇപ്പോൾ പുത്തൻവെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ അധികം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെക്കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ വന്ന്. പുത്തൻവെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ട് ഒരു കുരുത്തോലയും കെട്ടി കുത്തൻവെള്ളം തളിച്ചാൽ അവിടെ നിൽക്കുക, അത് പിശാചായാലും. കാര്യം എന്താണ്? നമ്മുടെ അപ്പാപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന്, പുത്തൻവെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു. പിന്നീട് വന്ന ഈ തിയോളജിയും ബൈബിളൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ ആ പുസ്തകത്തിലുള്ള പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. മിക്കവാറും പുല്ല് തിന്നുന്ന പശു ചത്തുപോയി. കാര്യം പാരമ്പര്യം അറിയത്തില്ല. സഭയെ അനുഷ്ഠിച്ച് പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി 3 കുരിശിനകത്തിടും. ഇപ്പോഴത്തെ അമ്മമാരിടുവാന്ന് നമുക്കറിയത്തില്ല. പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നല്ല കാര്യം, കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിശിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ. കാര്യം അത് പാരമ്പര്യമാണ്. അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും ആ ഒരു തലമുറയൊക്കെ മണ്ണടിഞ്ഞു പോയി. സഭയുടെ അകത്തും പുറത്തും ഈ മണ്ണടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യം ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെക്കുറിച്ച് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് സമുദായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിഘോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ആ ഒരു തലമുറ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗവിധികളുടെ ഒരു കാലമായിരുന്നു. എന്തും ദൈവത്തെ പ്രയോഗിക്കും. പുത്തൻവെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും. അതാണ് പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്ന്. ഉപ്പ്, ഉടമ്പടി തൈലം, അല്ലേ, ഉടമ്പടി കാശ്രൂപം, എന്തെല്ലാം പ്രയോഗവിധികളാണ്. അത് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു എക്സ്പ്രഷനാണത് പ്രയോഗവിധികളെന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം, മൂന്നാമത്തത് പ്രയോഗം. അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി. അതാണ് ഉടമ്പടി സമ്പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം. വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സാക്ഷ്യം. അതായത് നിഷ രാജ എന്നും പറഞ്ഞ് അവർ ഗുജറാത്തിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. രാജ അഗസ്റ്റിൻ, നിഷ രാജ, ഇവർ ഗുജറാത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട്. അപ്പം ഇവർ അവസാനത്തെ ചികിത്സ അമൃതയിലാണ്. അമൃതയിലെ ചികിത്സയും കഴിഞ്ഞിട്ട് അമൃത ഇവർക്ക് അതുകൊണ്ട് ശരിയാകഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെ ഏറ്റവും ടോപ്പ് ആശുപത്രിയിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോവും. അത് അമൃതയിൽ നിന്ന് ഇവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണതാണ്. അഹമ്മദാബാദിലെ 1-ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരിവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ഈ 20ാമത്തെ കൊല്ലം അങ്ങേരുടെ ചികിത്സയായിട്ട് ഇവിടെ മക്കളില്ല. പിന്നെ അവർ ചികിത്സ നിർത്തുമ്പോൾ എന്താണ്, 22 ഡോക്ടർമാരുടെ ഫയലാണ് ഇരിക്കണ കയ്യിൽ. ഇത്രയും നാളിനുള്ളിൽ ഇതിനുള്ളിൽ ഒരു പ്രാവശ്യം കുഞ്ഞിനെ 9 മാസം കുഞ്ഞിനെ 9 മാസമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് വരെ. പക്ഷേ ചത്ത് കിടക്കിയിരുന്നു കൊച്ച്, ചത്താണ് പ്രസവിച്ചത്. പിന്നെ മിസ്കാരേജ് ഉണ്ടായി, 6 പ്രാവശ്യം അബോർഷനായി.
കുഞ്ഞുണ്ടാകും, 1-ാം മാസമോ 2-ാം മാസമോ അബോർട്ടായി പോകും. പിന്നെ IVF അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് മുടക്കണത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ഒരു എത്ര കാലം ആശുപത്രി കിടപ്പാണ് ഒരു കുഞ്ഞിന് വേണ്ടി, എത്ര കാലത്തെ ആശുപത്രി കിടപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിതിനു വേണ്ടി മുടക്കണത്. മുടക്കി 22 ഡോക്ടേഴ്സിൻ്റെ ഫയലാണ് അവിടെ കയ്യിലിടുന്നത്. ഒരു പെട്ടി ഫയലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു വൈദ്യശാസ്ത്രം മുടക്കിയിരിക്കുന്നത്. ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണത്? ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അവിടെ സീരിയസ് ആയിട്ട് എടുക്കണത്. എടുക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഇവർ ഇവിടെ വരുമ്പോൾ, മക്കളില്ലാത്തവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്ത് പോകണമെങ്കിൽ കൃപാസനത്തിൽ അമ്മ തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ചെയ്യണത്. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സ്പർശം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് ചെയ്താൽ പറയും, വരാനുള്ള തകർച്ചകളെ വരെ ബ്ലോക്ക് ചെയ്താൽ പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കൊരു പ്രാർത്ഥനയുണ്ട്. മക്കളില്ലാത്തവരുടെ പ്രാർത്ഥന, നിങ്ങളുടെ രക്തത്തിൽ പറയുന്ന കുഞ്ഞുമായ കൃപാസനം അൾത്താരെ, എൻ്റെ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയായ കൃപാസനം അൾത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തെ നിൻ്റെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുവദിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും കൊടുക്കണം. അത് ഞാൻ എഴുതിയുണ്ടാക്കിയത്, ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് തരും ഓരോ പ്രാർത്ഥനകൾ. അതിപ്പോൾ അതിൽ ഓരോ പ്രാർത്ഥനയായിരിക്കും. അതൊന്നും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥന അല്ലത്. അൾത്താരയിൽ അഭിഷേക വിധി പ്രകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക പ്രാർത്ഥന. പക്ഷേ അത് ഇവർക്ക് അഭിഷേകമായി. ഈ നിഷരാജ എന്ന് പറഞ്ഞ ലേഡിക്ക് 20 വർഷത്തെ ഈ പ്രസവയാത്ര, ഗർഭം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ രക്തസാക്ഷിത്വ യാത്രയിൽ അവസാനം കിട്ടിയ ഈ പ്രാർത്ഥന അവർക്ക് അഭിഷേകമായി. അറിവാണ് നമുക്കെല്ലാവരും കിട്ടുന്നത്. അത് അഭിഷേക വിധിയിലേക്ക് ചെല്ലുമ്പോൾ ആന്തരിക ബോധ്യം കിട്ടും. അറിവിന് ഭൗതിക ബോധ്യമേ കിട്ടത്തുള്ളൂ. അഭിഷേകത്തിന് ആന്തരിക ബോധ്യം കിട്ടും. അപ്പം നിഷാരാജയ്ക്ക് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി നിൻ്റെ രക്തത്തിൽ പറയുന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ പുരോഹിത വിധി പ്രകാരമുള്ള പ്രാർത്ഥനയിൽ ഇവക്ക് അഭിഷേകമായി. അവളെന്ത് ചെയ്യുന്നറിയാവോ? ഇനി നോക്കണ്ട, ഇനി കുഞ്ഞിനെ കിട്ടിയത് തന്നെ. അമ്മ ഈ ആൾക്കാരെ നിനക്ക് കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ള തിരിയും മേടിച്ചുകൊണ്ടാണ് ഇവൾ ഇവിടുന്ന് പോണത്. എറണാകുളത്ത് പോയി ജ്ഞാനസ്ഥാനത്തിന് സെറ്റുണ്ടല്ലോ, അതാണ് ആ വിശ്വാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് അഭിഷേകമായി കഴിയുമ്പോൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വണ്ടി പിന്നെ ഗുജറാത്തിലേക്ക് പോണത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ടാണ് പോണത്. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞെന്ന് അവൾ ബോധ്യപ്പെട്ട് ഈ ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരി, അതിൻ്റെ ഹൈലൈറ്റ് അതാണ്. ഇപ്പോൾ മഴ വരാൻ വേണ്ടിയല്ല, അങ്ങനെ ഒരു സംഭവമില്ല. മഴ വരാൻ വേണ്ടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഒരു 5 വയസ്സുള്ള കുഞ്ഞ് കുടയും കൊണ്ടുപോയെന്ന്. എന്താ മറ്റു മഴ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. പക്ഷെ മഴ വരുമോ ഇല്ലയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കൊച്ചിന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചത് മഴ വരാനല്ലേ, അപ്പം മഴ വരുമല്ല, അപ്പം കുട വേണ്ടേ. അതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? നിൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് അഭിഷേകമായി. അവരെന്ത് ചെയ്ത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ട് പള്ളി കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൂക്കൾ ചുറ്റിയ തിരിയില്ലേ, നീണ്ടത്തില്ല, അത്രയും വലിയ തിരി, ജ്ഞാനസ്ഥാനത്തിരി, അത് മേടിച്ചുകൊണ്ട് ഇവർ പോയി. അതുപോലെ തന്നെ അവരാഴ്ച പ്രഗ്നൻ്റായി. പക്ഷെ ഇവരറിഞ്ഞില്ല. ഇവർ തിരിച്ച് റാലിക്ക് വന്ന്. റാലിക്ക് വരാൻ കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇവർക്ക് ഒരു ദിവസം രാത്രി ഈ നിഷ രാജയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി.
സ്വപ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മാതാവ് എല്ലാവർക്കും മക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോരക്കുഞ്ഞിനെടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൾ പറയണത് അത് കൃപാസനം മാതാവല്ല തന്നതെന്നാണ് പറയണത്. കൃപാസനം മാതാവിൻ്റെ ലക്ഷണമൊക്കെയാണ്, പക്ഷെ ഇത്രയും ചെറുപ്പമല്ല. ഒരു പ്രായമുള്ള കൃപാസനം മാതാവാണ് എനിക്ക് ചോരക്കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ അകത്ത് മാത്രമേ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കൃപാസനം മാതാവ് ഡ്രസ്സുണ്ട്, എല്ലാ കാര്യം ശരിയാണ്. എനിക്ക് കുഞ്ഞിനെ തന്ന കൃപാസനം മാതാവാണ്, പക്ഷേ ഈ കൃപാസനം മാതാവല്ല, അത് ഇത്തിരി പ്രായമുള്ള കൃപാസനം മാതാവ്. ഇത് ഏത് കൃപാസനം മാതാവാണെന്ന് അറിയാൻ പാടില്ലെന്ന്. ഇവൾ അതിനുശേഷം തിരിച്ച് റാലിക്ക് വന്ന്, ഇപ്പോൾ നമ്മൾ റാലി തുടങ്ങാൻ പോവുകയാണല്ലേ ഇരുപത്. അപ്പോൾ റാലിക്ക് വന്നപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആണ്, ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. റാലിക്ക് എഴുന്നള്ളിക്കണ കൃപാസനം മാതാവുണ്ട്. അത് നോക്കിയപ്പോൾ ഇവിടെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഈ മാതാവാണ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്ഥിരീകരണമാണത്, സംഭവം സ്ഥിരീകരണമാണ്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്കൊരു ചെറിയൊരു ആ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഇടയ്ക്ക് എന്തോ കുഞ്ഞിനെ ഒരു ചെറിയ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അതായത് കുഞ്ഞിൻ്റെ 7-ാം മാസം കുഞ്ഞിൻ്റെ ലങ്സ് ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് തള്ളക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അയാൾ ഉപവാസത്തിലായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നിങ്ങളെന്താ ഓരോരുത്തരുമേ ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്. അല്ല വല്ലതും കൊണ്ട് വല്ലതൊക്കെ കാണിച്ച് വെച്ച് ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുത്. ശരിക്കും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ നീ നോക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്, ഒരു നേരം ഉപവാസം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിന് തോന്നുന്നു നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഒക്കട്ടെ കിട്ടിയ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒപ്പിച്ചുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഉടമ്പടി തിരിച്ചടിക്കണത്. ആ ദൈവത്തിനെ പരീക്ഷിക്കണമല്ലേ. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും നിങ്ങളുടെ തോന്നിയവാസം പോലെ നിങ്ങൾ ചിലത് ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൻ്റെ അത് ചിലത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യാത്തതുപോലെ വരും. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്ങിന് മൊത്തം IELTS തോറ്റ പോലെയായി. IELTS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീഡിങ്ങിന് നിങ്ങൾ തോറ്റു, ബാക്കി സ്പീക്കിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റതുപോലെയായി. അതുകൊണ്ട് നിങ്ങൾക്ക് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്ത് സൗകര്യപ്പെടാത്ത ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് മാറ്റി വയ്ക്കുമ്പോൾ ഇത് മൊത്തം ചെയ്യാത്തതുപോലെ. കാര്യം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു ദൈവിക പദ്ധതിയാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ചിലപ്പോൾ ഉടമ്പടി അത്രയും അറിവില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരുത്തി അതൊരു ഉടമ്പടി ഒരു വികാരമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും വേറെ ഒരു പ്രശ്നവും ഉടമ്പടിയിലില്ല, നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന് ദൈവത്തിന് ഒന്ന് മനസ്സിലായാൽ മതി. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് കുഴപ്പം. അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകളെ അമ്മ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിക്കാനൊന്നും പറ്റത്തില്ല. ഉടമ്പടി പേഴ്സണാണ് എടുക്കുന്നത്, വ്യക്തിയല്ല എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ആരാണ് ഉടമ്പടി എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്.
ഇത് മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ? ഈശോയോട് ഒരു ചോദ്യം ഈശോയോട് ചോദിച്ചത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈശോ അതിന് ഒരു ഉത്തരം പറയും. പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തൻ ചോദിച്ചു, സ്വർഗരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഈശോയോട് ചോദിച്ചു. വേറെ ഒരുത്തൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. 6:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം കേട്ടില്ലേ? എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആരാണ്? ദൈവഹിത 6:28 എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ ഒരു ഉത്തരം അതിന് പറയും. എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി? വായിച്ചത്. യേശു മറുപടി പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക, അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക, അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം വിശ്വസിക്കുന്ന ഈശ്വര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? എന്താണ് ഈ യാക്കോബ് 2:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് അത്? ഒന്നൊരു വായിച്ചേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ വഴിയാണ്. അതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തികളാണ്? എന്തെങ്കിലും പ്രവൃത്തികളാണ്? അല്ല. പിന്നെ എന്താണ്? അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ, അവൻ പറയണ പോലെ ചെയ്യുക, അതാണ് വിഷയം. അവൻ അത് വായിച്ച് യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ ഈ അവൻ നിങ്ങളോട് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താ? ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരം എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവൻ പറയണ പോലെ
ചെയ്യുക. ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന. ജീവിതം ധന്യമായി തീർന്നിടും. ജീവിതം ധന്യമായി തീർന്നിടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യമല്ലേ ഉറപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റേ അല്ല. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റ് ആകണത് ആധ്യാത്മികതയുടെ ആദ്യ തലങ്ങളിൽ മാത്രമാണ്. പിന്നീട് നമ്മൾ വിശ്വസിക്കുകയല്ല, നമ്മൾ കാണുകയാണ്. ഉടമ്പടിയിൽ എന്നൊക്കെ പറയണത് ഇപ്പം തന്നെ ആ ചേച്ചിയുടെ അവർക്ക് ഈ അറിവ് അഭിഷേകമായിട്ട് മാറും. അറിവ് അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അവരെ ആശീർവദിക്കുമ്പോൾ അവർ ജ്ഞാനസാരത്തിരിയും മേടിച്ചുകൊണ്ട് പോകണം. ഇനി ഉറപ്പായെന്നും പറഞ്ഞ് പോകണെന്താണ് ഉറപ്പ്? അത് അറിവിനങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉടമ്പടി ഞാൻ 5 പുതുക്കി 15 പുതുക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അറിവിൻ്റെ തലത്ത് നിന്ന് അഭിഷേകത്തിലേക്ക് മാറിയാൽ നോക്കണം. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞത് നല്ല ഡെപ്തുള്ള വിഷയമാണ്. അറിവ് കുറേ നാളായില്ലേ നിങ്ങൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നവരില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. അതിൻ്റെ ആനുപാതികമായ വളർച്ച ഉണ്ടാകണം. നിങ്ങൾക്ക് ചുറ്റും തീയുണ്ടാകും, പുകയുണ്ടാകും, നിങ്ങളുടെ മക്കൾ തോന്നിവാസികളാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളമടിക്കാരനാകും, അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ആധ്യാത്മിക അംഗീകരിക്കാത്ത ആളാകും. വീട്ടിൽ മക്കളാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ചിരി വരും, അവർക്ക് നിങ്ങളെ ആക്ഷേപിക്കും. അങ്ങനെ പല കാര്യങ്ങളും വീട്ടിൽ നടക്കും. നിങ്ങൾ തീയിലൂടെ നടക്കുമെന്ന് ഈശോ പറഞ്ഞല്ല, അത് തീയാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? തീ നിങ്ങളെ പൊള്ളിക്കുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. എടുത്തത് വചനെടുത്ത് യെശയ്യാ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നടക്കത്തില്ലെന്നല്ല സംഭവം, നടക്കും. ഞാനും നടക്കും, നിങ്ങളും നടക്കും. കർത്താവും നടന്നതാണ്, അമ്മയും നടന്നതാണ്. ഇവരെല്ലാം അഗ്നിശോധന കഴിഞ്ഞ ആൾക്കാരാണ്. അഗ്നിശോധന എന്തിനാണ് വെച്ചിരിക്കുന്നത്? അഗ്നിശോധനയെ അതിലംഘിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അഗ്നിശോധനയുണ്ട്. നിങ്ങളും നടക്കും, ഞാനും നടക്കും. അമ്മ അഗ്നിയിലൂടെ നടന്നതാണ്, കർത്താവ് അഗ്നിയിലൂടെ നടന്നതാണ്. പക്ഷെ എന്താ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ് ഇപ്പം നടക്കണ. എന്തിനാണ് ഈ അഗ്നിയിലൂടെ നമ്മളെ നടത്തിക്കണ? എന്തിനാണ്? നമ്മളെ പൊള്ളിക്കാനാണ്. എന്നിട്ട് കന്നേ കാളയെന്ന് പറഞ്ഞ് കാറി കൂവി നടക്കാൻ വേണ്ടിയാണ്? അല്ല. 1 Pетros 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തിനെ അതിജീവിത വിശ്വാസമുണ്ട്, കേവല വിശ്വാസമുണ്ട്. കേവല വിശ്വാസത്തേക്കാൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ അതിജീവിത വിശ്വാസം ആക്കി മാറ്റാൻ സർവൈവ്ഡ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ഫിഡെലിറ്റി, പെർസ്വേറിങ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. അതിജീവിത വിശ്വാസം.
നിങ്ങളുടെ വിശ്വാസത്തെ അത് ടെസ്റ്റഡ് ഫെയ്ത്ത്, അതിൻ്റെ ഷുവർട്ടിയാണ്, എക്സലൻസിയാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം മേടിക്കുമ്പോൾ അതിലുണ്ടാകും എന്താണ് ടെസ്റ്റഡ്, ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്ന്. അത് നമ്മുടെ വിശ്വാസം ടെസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് നല്ല ആസ്തിഭദ്രത വർദ്ധിപ്പിക്കും. അതിന് ഇതുപോലെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഫെയ്ത്ത് മുമ്പത്തേക്കാൾ പവർഫുള്ളായിരിക്കണം. അല്ലാതെ കർത്താവ് ഇത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ല, ഞാൻ കുറേ പ്രാർത്ഥനയൊക്കെ നടക്കണമല്ലേ, കർത്താവിനിങ്ങനെ ഞങ്ങളോട് ചെയ്യാവാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ട് അവിടെ വെച്ച് ആ വിശ്വാസം കരിഞ്ഞു മാറുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അപ്പം കരിഞ്ഞു മാറിയ സംഭവം. നിങ്ങൾ ചോദിക്കുകയെ, ഞാനിങ്ങനെ ഉടമ്പരൊക്കെ എടുത്തതല്ലേ, അപ്പം ദൈവത്തിന് ഇങ്ങനെ എന്നോട് ചെയ്യാവാ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, കർത്താവ് പണ്ട് അമ്മയോടും നിക്കോദേമോസിനോടും ഈശോ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിനക്ക് ഇതൊക്കെ അറിയാവുന്നതെന്നാണ് ഞാൻ ധരിച്ചിരിക്കണതെന്ന് പറയും. അതോടുകൂടി അമ്മ ഫ്ലാറ്റായി. എന്താണ്? 2:48 വായിച്ചേ. ലൂക്കാ 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? കണ്ട അമ്മ ചോദിച്ചതാണ്. ഏതാണ് ഈ കാണാതെ പോയില്ലേ കർത്താവിനെ? ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രങ്ങളെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ? അതാ ചോദിക്കണത്, എൻ്റെ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അത് നമ്മളും ചോദിക്കണതാണ്. ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്, നമ്മളെക്കുറിച്ച് നമുക്ക് അസസ്മെൻ്റ് ഇല്ല, എന്നുവെച്ചാൽ വിലയിരുത്തലില്ല. നമ്മളിപ്പോഴും എന്ന് പറയും ഈളാ പിടിച്ച പിള്ളേരെ പോലെ നടക്കണമെന്നല്ലാതെ, പക്ഷേ ദൈവം ഇങ്ങനെ വളർത്തി ഈ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഒരു മിനിമം നോളജ് നമ്മളെക്കുറിച്ച് ഉണ്ടാകണം എന്നാണ് ദൈവം പ്രീസപ്പോസ് ചെയ്യണത്. പണ്ട് ഈ നിക്കോദേമോസിന് ഈ അബദ്ധം പറ്റിയായിരുന്നു. അമ്മയ്ക്ക് പറ്റിയ അതേ അബദ്ധം നിക്കോദേമോസിന് വേദശാസ്ത്രിക്ക് പറ്റിയായിരുന്നു. വേദശാസ്ത്രി ചോദിച്ചു, പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. വായിച്ചേ, യോഹന്നാൻ 3:4. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? അപ്പൊ ഈശോ എന്താ ചോദിച്ചത്? ഈശോയുടെ മറുപടി എന്താ? യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതാണ് സംഭവം. ഈ പ്രീസപ്പോസ് ചെയ്യണം, നിനക്കിത് അറിയേണ്ടതല്ലേ? അമ്മയോട് ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളോട് ഇത് തന്നെ ചോദിക്കണത്, എന്നോട് ഇത് തന്നെ ചോദിക്കണത്. നീ ഇത്രയും നാളെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളല്ലേ? പാവത്തങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറേ നാൾ ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ ഈ ചോദ്യം വരും, എന്താണ്? നീ എത്രയോ വർഷങ്ങളായി വചനത്തിൽ എൻ്റെ കൂടെ നടക്കുന്നു. അമ്മയോട് ചോദിച്ചത് എന്താ? അമ്മയോട് എന്താ ചോദിച്ചത്? ഇപ്പോൾ ഇവിടെ എന്താ ഈ നിക്കോദേമോസിനോട് ചോദിക്കണത് എന്താണ്? നീ ഇസ്രയേലിലെ ഗുരുവല്ലേ, ഉപദേഷ്ടാവല്ലേ? എന്താ ചോദിച്ചിരിക്കണത്? നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അതാണ് പറഞ്ഞത്. നീ ഇങ്ങനെ കുറേ ധ്യാനങ്ങളൊക്കെ കൂടിയില്ലേ, എന്നിട്ടും നിനക്കിത് മനസ്സിലാവണില്ല എന്ന്. അപ്പോൾ ഈ ധ്യാനങ്ങളൊക്കെ കൂടണത് എന്തിനാണ്? രോഗശാന്തി പ്രാർത്ഥിക്കാനും കുടുംബകാര്യം നടക്കാനല്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടണത് എന്തിനാണ്? രോഗശാന്തി നേടാനും മകളെ കെട്ടിക്കാനും PR കിട്ടാനും അതൊന്നുമല്ല, അതിന് മാത്രമല്ല. എന്തിനാണ്? കുറേ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നിട്ട് വായിച്ച ഭാഗം.
യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ. അപ്പൊ ഈ മനസ്സിലായാൽ തന്നെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കും. നീ എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നല്ലേ പല ആൾക്കാരും ചോദിക്കണത്. അത് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുഭവങ്ങൾ അടയാളങ്ങൾ മാത്രം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. ഈ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് നമുക്ക് മാത്രമല്ല, അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ്, നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ. അതാ 2:48. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞ ഉത്തരവ് എന്താന്ന് നോക്കിയാൽ 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. അതാണ് പ്രശ്നം. അമ്മ ഇത് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പിതാവിൻ്റെ കാര്യമെന്നും പറഞ്ഞ് ആധ്യാത്മികതയിൽ ഒരു വകുപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വകുപ്പിന് സംവരണങ്ങളില്ല, സെക്യൂരിറ്റിയുമില്ല. ഈശോയുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് സംവരണങ്ങളും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയും നമുക്ക് കുറേ ദൈവാനുഗ്രഹങ്ങളും അതൊക്കെ തന്ന് നമ്മുടെ സാന്ത്വനവും ക്ഷേമയൊക്കെ തന്നെ ഈശോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് അവസാനിക്കണത്. നമ്മൾ അറിയാമല്ല, നമ്മൾ ചെന്ന് അവസാനിക്കണത് എവിടെയാണ്? പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് ഈ ജീവിതം അവസാനിക്കണം അവിടെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാരണം അവിടെ നമുക്ക് ഇതില്ല, സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. മൊത്തം നമ്മൾ തിരിച്ചടക്കണം, ഒരു സുഖവും കിട്ടത്തില്ല. അതാണ് ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഈശോയ്ക്കും രക്ഷപ്പെട്ടില്ല. ഈശോയും ആ പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ അവിടെ ഭയങ്കര പേയ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈശോക്ക് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് വന്നവിടെ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച്, കഴിവനുസരിച്ചാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവസാനിക്കുന്നത്, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചത്. അതാണ് പിതാവിൻ്റെ കാര്യമാണത്. അപ്പം അവിടെ നമുക്ക് സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. അത് നമ്മൾ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസം വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലാതെ ഇങ്ങോട്ടൊന്നും ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പം നമ്മൾ പിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 ജപമാല ചൊല്ലിയാലും 100 ജപമാലയ്ക്ക് നമ്മൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല, പലിശ പോലും അടയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോഴും ബാങ്കിൽ കൊണ്ട് അടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് പലിശക്കാണ് പോകണമെന്നില്ലേ. അപ്പോൾ പലിശക്കെങ്കിലും പോകണ്ടല്ലോ. അത് ഇത് പിതാവിൻ്റെ കാര്യത്തിൽ പലിശക്ക് പോലും പോകത്തില്ല. എന്താ കാര്യം? നമുക്ക് തരുന്ന നിത്യതയാണ്. നിത്യത നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം കിട്ടണതെല്ലാം അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്. അതാണ് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തത് കാരണം ദൈവം അതിൻ്റെ വില കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിന് 1,00,000 രൂപ വിലയുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ വിലയുള്ള വസ്തുവിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറഞ്ഞതൊരു 80,000 രൂപയെങ്കിലും വേണ്ടേ? 8 രൂപയാണ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അതുപോലെ ഈ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും നമുക്കത് റീഫണ്ടബിൾ അല്ല, അത് പലിശ പോലും അടയത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേട്ടാണ് പോണത്. അതിന് നമുക്ക് മറുപടി ഇല്ലാത്ത കുറേ പ്രാർത്ഥനകൾ ഉണ്ടാകും. അത് നിങ്ങൾ അറിയണം. നമ്മൾ ഏത് ഉടമ്പടി എടുത്താലും, ഉടമ്പടിയുടെ മുത്തപ്പനെ എടുത്താലും ചില പ്രാർത്ഥന നിത്യനിക്ഷേപത്തിലേട്ടാണ് പോകണം. പിതാവിൻ്റെ കാര്യമാണത്. പിതാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ നിത്യത, എൻ്റെ മക്കളെ നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ദൈവം ചെയ്തു തരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് ജീവിച്ചിരിക്കണത്.
ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ദൈവം ചെയ്തു തരും. എൻ്റെ അത് ഡൗട്ടില്ല. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഉടമ്പടി തന്നത്. ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ പദ്ധതി പോലെ തന്നതുകൊണ്ട് ദൈവം തന്നതാണ്, ഇങ്ങോട്ട് തന്നതാണ്. അപ്പം അത്രയും ബന്ധം ദൈവമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം ചെയ്യേയില്ല. എന്താ കാര്യം? അത് നിത്യനിക്ഷേപത്തിലേക്ക് ആ ക്യാരി ഓവർ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ചില കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. എന്താ കാര്യം? നിത്യജീവന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും രജിസ്റ്റർ ആയിട്ടുണ്ടോ അതില്ലേ എന്ന്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും നിത്യതയിൽ നമ്മൾ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നു. എന്താ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിവിഡൻഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവദർശനതയിൽ ഒരു മനുഷ്യൻ അഭയം പ്രാപിക്കണമെങ്കിൽ അവന് ആധ്യാത്മികത ഒരു നിത്യാഘോഷമായിരിക്കും. അല്ലാത്തവന് ആവലാതി മരണം വരെ ഇങ്ങനെ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഇളയെ ഒഴുക്കി കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ പള്ളിയിൽ പോയില്ല, ഇനി ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിക്കരുത്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു പെങ്കൊച്ച് വന്ന് അമ്മ പറഞ്ഞ് അവളിപ്പോൾ പള്ളിയിൽ പോകണില്ല, അവിടെ ഭർത്താവ് മരിച്ചത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അവൾ പോകണ്ടെന്ന് പറഞ്ഞു. അവളെ പോയിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. എടാ ഈ ദൈവദർശനിധി വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൊട്ടയും പട്ടിയോടെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. എന്തിനാണ്? ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. നിത്യത എന്താണെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും നിത്യതയ്ക്ക് വേണ്ടി? ആർക്ക്? പിന്നെ എന്നിട്ട് പോലും നിൻ്റെ പേര് അവിടെ എഴുതി വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് എന്തൊരു നന്ദി പറയണം. എൻ്റെ മക്കളെ, കേൾക്കാത്ത പ്രാർത്ഥനയ്ക്കാണ് നന്ദി പറയേണ്ടത്, കേട്ട പ്രാർത്ഥനയ്ക്കല്ല. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുമ്പോഴാണ് നിൻ്റെ നിത്യതയെക്കുറിച്ച് നിനക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ നിക്ഷേപമാണെന്നുള്ള വലിയ ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ മക്കൾ നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ്? ഈശോ പറഞ്ഞത് ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പം നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാല മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഒരുമിച്ച് പാടുക. തിരുഹൃദയത്തിൽ എന്നെ തേടമേ, തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ
ഭൂമിക്ക് ഇട്ടിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ശ്രദ്ധിപ്പുണ്ട്. പരിശുദ്ധ പരമദിവ്യ ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്. ദൈവം മഹത്വപ്പെട്ടെങ്കിൽ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചിലവായിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ണ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞ് പോകും. വിശ്വാസം തപ്പിത്തടച്ചിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ തന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ, സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ കാണുന്നില്ല, പക്ഷേ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പോൾ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം. ഈ സകല വാഗ്ദാനം നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവമഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്തു ചെയ്യണം? ആമേൻ പറയണം. അപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാരിക്കൂവി ആമേൻ എന്ന് പറയണവരല്ല. അപ്പം ആമേനെന്ന് ശബ്ദമില്ല എന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുവനസനിൽ നിറവേറട്ടെ, ഫിയാത്ത്. നിശബ്ദ അമ്മ. അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനിത് തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല, ഞാൻ സകലദാസിയായി, അല്ലേ?
പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സഹനദാസൻ. എന്തിൻ്റെ സ്വഭാവം എന്താ? ക്യാരക്ടറിസ്റ്റിക് ഓഫ് സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ? നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്. ദൈവഹിത പ്രകാരമുള്ളൊരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ പറയണത് നിശബ്ദമായ ആമേനാ പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവിൽ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എല്ലാ ചോദ്യങ്ങളുടെ മുമ്പിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ ഇവർ നിൽക്കുന്നില്ലേ? ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് ഒന്നും പറയണില്ല. പറയണതെല്ലാം കർത്താവാണ് പറയണത്, അല്ലേ? അതാണ് നിശബ്ദമായ ആമേൻ. അവിടെ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഈശോ ചോദിക്കുക. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കും. അപ്പോഴും അമ്മ നിശബ്ദമായി നിൽക്കും. അതാണ് നിശബ്ദമായ ആമേൻ എന്ന് പറയുന്നത്. നിശബ്ദമായ ആമേൻ. തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല. എന്താണ്? സഹനദാസിയുടെ പ്രാർത്ഥനയാണത്, നിശബ്ദമായ ആമേൻ. ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ഉടമ്പടി എടുക്കാത്തവർ കാനഡയിൽ പോയില്ല, 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ കാനഡയിൽ പോയില്ലല്ല ഇല്ലേ? അവർക്കെല്ലാം വീടായില്ല നാട്ടിൽ. ഇതിങ്ങനെ തർക്കിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി അവസാനിപ്പിക്കണം. കാര്യം അത് ഉടമ്പടി നിങ്ങളറിയാതെ തന്നെ ഉടഞ്ഞു പോയി കാണും നേരത്തെ എപ്പോഴെങ്കിലും. അപ്പം ദൈവം നിങ്ങളെ സഹനദാസിയെ കൊണ്ടുപോയിട്ട് നിശബ്ദമായ ആമേൻ പറഞ്ഞുകൊണ്ട് നിന്നെ ആധ്യാത്മം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളെ ഇത് ഈ കഥയൊന്നും അറിയാൻ പാടില്ലാതെ നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി ദൈവമായിട്ട് തർക്കിക്കാൻ പോകും. ദാറ്റ് ഈസ് നോട്ട് സെൻസ്. ഒരു വിശ്വാസം, ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവം ചെയ്യട്ടെ. ഒരു വിശ്വാസം ഇല്ലാത്തവനൊക്കെ ചിലപ്പോൾ റാങ്ക് കിട്ടിയ, അതുപോലെ തന്നെ നീ വെച്ച പരീക്ഷയ്ക്ക് ജയിച്ച് അവൻ ജോലിക്ക് കയറും. അപ്പോൾ എന്നിട്ട് നീ പറയും, ഓ അത് പിൻവാതിലൂടെ നിയമനമാണെന്ന് പറയാം. അങ്ങനെ എന്തിനാ പറയണത്? നീ കണ്ടായിരുന്ന പിൻവാതിലൂടെ നിയമിച്ച്. അപ്പോൾ നിൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ട അങ്ങനെ ഈ ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാൻ പറ്റത്തില്ല. വിശ്വാസി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്നെ സംബന്ധിച്ചത് ഇതാണ് ദൈവഹിതം. അപ്പം നീ എന്ത് ചെയ്യും? നീ ഈ കിട്ടിയിരിക്കുന്ന അന്നന്ന് വേണ്ട ആഹാരം അതങ്ങനെ കഴിച്ചേക്കണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈശോ എന്താ പറയണത്? ലൂക്കാ 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്പം താമസിക്കും, ഇപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും, വിവാഹം ഒത്തുവരാൻ താമസിക്കും, മക്കളുണ്ടാകാൻ താമസിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിളമ്പി കിട്ടിയത്. അതിൻ്റെ പേരിൽ അവൻ പോയല്ല അമേരിക്ക, ഇവള് പോയല്ല കാനഡയിലെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കടുത്തേക്കാതെ നിൽക്കരുത്.
അങ്ങനെ വന്ന ഉടമ്പടി തീർന്ന്, അവിടെ വെച്ച് ഉടമ്പടി തീർന്ന്. പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു, നിങ്ങൾ ബഹളമുണ്ടാക്കി, വഴി കിടന്ന് തെറി പറഞ്ഞ്, അതായത് തെരുവീതികൾ അവൻ്റെ സ്വരം കേട്ടില്ലെന്നേ, കണ്ട വഴിയെ പോകണ വായി നോക്കിയവരോടെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയതൊക്കെ പറയും. ഇങ്ങനെ പറയും, ചെറിയ പറയും, ഞാനിപ്പോൾ ഉടമ്പടിയൊക്കെ നിർത്തിയെന്ന് പറയും. വഴി കൂടി പോണ വായി നോക്കിയവരോട് നിങ്ങൾ ദൈവത്തിന് എന്താ ഒറ്റിക്കൊടുക്കണത്? അപ്പം നിങ്ങളതിനകത്ത് മൗനമായി നിൽക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് അമ്മ അങ്ങനെ നിന്നൊരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിംഗ് പീരീഡിലായിരിക്കും. നിങ്ങൾക്കറിയാവില്ല, ദൈവം എല്ലാവരും ടെസ്റ്റ് ചെയ്യത്തില്ല. ദൈവം എല്ലാവരും ടെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു തേങ്ങ പാകാൻ എടുത്തെന്ന് വിചാരിച്ചോ, എല്ലാ തേങ്ങയും പാകാൻ എടുക്കുക? ഇല്ല. തേങ്ങ നോക്കിയിട്ട് കൊള്ളാം, വിളവ് കിട്ടുന്നതാണ്, കായ്ക്കണ മരമാണ്, അമ്മേലെ തെങ്ങാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ തേങ്ങ എടുക്കും. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൊണ്ട് ഇടും. അപ്പം ഇത് തിരഞ്ഞെടുപ്പിലൊരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ അമേരിക്കൻ വിസയൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ വിസ അവർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ പോയി ധ്യാനിപ്പിച്ചു. അപ്പോൾ ആ വിസ അവർ 1 മാസത്തേക്ക് തന്നിട്ടുള്ളൂ. 1 മാസത്തേക്ക് അവർ തന്നിട്ടുള്ളൂ. അമേരിക്കയിൽ പോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ 10 കൊല്ലത്തേക്ക് അമേരിക്കയിൽ പോകാനുള്ള വിസ തന്ന്, ഒറ്റ ഇൻ്റർവ്യൂവിന് 10 കൊല്ലം തന്ന്. അത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലെയാണ്. ഈ ദൈവമായിട്ടുള്ള ഏർപ്പാടെന്ന് പറയണത് നിങ്ങളുടെ ഈ മിനിമം കാര്യമായിരിക്കും അതിൽ എടുക്കുന്നത്, മാക്സിമം എടുക്കും. നിത്യത വരെയുള്ള കവറേജ് ഉള്ളത് കാരണം ഈ ടെസ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. നിത്യത കവറേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റ് ഇല്ല. നിത്യത കവറേജ് ഇല്ലെങ്കിൽ ടെസ്റ്റ് ഇല്ല. എന്താണ് അവർക്ക്? അത് എന്തുമാത്രം ഈ ലോകത്തുള്ള ആൾക്കാർ, എന്തുമാത്രം ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ഇല്ലേ? അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കണുണ്ടല്ലോ. പക്ഷേ ജോസഫച്ചൻ ചോദിച്ചാൽ ചിലപ്പോൾ തരികയില്ല. എന്താ കാര്യം? നിത്യതയ്ക്ക് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പം ദൈവമായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തർക്കിക്കുന്ന ആൾക്കാരെ ഗേറ്റിങ്ങ വെച്ച് തന്നെ ദൈവം ഒഴിവാക്കും. തർക്കിക്കുന്ന ആൾക്കാർ അവിടെ അകത്തോട്ട് കയറണ്ട. നിങ്ങൾ തർക്കിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് ദൈവത്തിൽ വന്നിരിക്കുന്നത്, ദൈവമല്ല നിങ്ങളുടെ ഉദ്ദേശമെന്ന് തോന്നിയാൽ ഗേറ്റിങ്ങ വെച്ച് തന്നെ ആ സാധനം ഒഴിവാക്കും. ദൈവത്തിലേക്ക് വരുന്നയാൾ തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല, കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റുന്ന വിചാരിച്ചുകൊണ്ട് സബ്മിസീവ് ആകും. അതാണ് അമ്മ നിശബ്ദമായ ആമയും പറയണത്. ഇപ്പോൾ നിങ്ങൾ ചിലർ ഇന്നലെ ഒരു ആൾ കൊണ്ടുവന്ന് 41 വർഷമായി, കല്യാണമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യത്തെ കല്യാണമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കെട്ടിപ്പോയില്ല, ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ നിന്ന്, പെങ്ങന്മാർ 3-4 പേരുണ്ട്, അവരെല്ലാം കെട്ടിക്കാൻ നിന്നപ്പോൾ ഈ മനുഷ്യന് പെണ്ണ് കിട്ടിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ അവന് തർക്കമുണ്ടാ? അവന് ദൈവത്തെ അറിയാവുന്ന കാരണം തർക്കമില്ല. 3-4 പെമ്മന്മാരെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവന് പെണ്ണ് കിട്ടാനുള്ളത് പോയി. അവനിപ്പോൾ 41 വയസ്സായി. അവന് തർക്കമുണ്ടാ? തർക്കമില്ല. കർത്താവിന് ഇഷ്ടമുണ്ട് തരട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിൽക്കും. പ്രസന്റ് ബി ദ നെയിം ഓഫ് ദി ലോർഡ്. ഇതെന്ന് പറയുന്നത് ഈ സഹനദാസൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനകത്തുണ്ട്. ഇതിൻ്റെ മക്കളെ ആധ്യാത്മിക വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം ദൈവം തന്നെയാണെന്ന് വിചാരിക്കണം. ദൈവം തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോൾ അച്ഛനിങ്ങനെ പറയണതനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്നും നടക്കത്തില്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 43,000 കാര്യങ്ങൾ എ ഗ്രേഡിലെ സാക്ഷി കിടക്കുന്നത് കൃപാസനത്തിൽ മാത്രമാണ്. ആ കൃപാസനത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഓർക്കണം. ലോകത്തൊരു ധ്യാന കേന്ദ്രത്തിൽ 43,000 സാക്ഷി കിടപ്പില്ല യൂട്യൂബിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെല്ലാത്തിനും സമാധാനം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ 10-9 കാര്യത്തിൽ സമാധാനം ഉണ്ടായിട്ട് ഒരു കാര്യത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോൾ ആ ഒരു കാര്യം വെച്ചൊരു കർത്താവിനെ പ്രതിക്കൂട്ടിലാക്കിയ 9 കാര്യം നേടിയ കർത്താവ് നിങ്ങളോട് ഗുഡ് ബൈ പറയും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇപ്പം മനസ്സിലായ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.
എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനം അൾത്താരയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ വലതുകരത്താൽ ഈശോ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം കർത്താവിന്റെ ചൈതന്യത്തിലെ നിറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അച്ഛൻ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിന്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെയെല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടറ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിട പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത്ത് കരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ,
പ്രഷർ കുറഞ്ഞവര്, പ്രഷർ കൂടിയവര്, ഷുഗർ രോഗികള് യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില്, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാനാന്തരത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവര്, വിസ കാലാവധി കഴിഞ്ഞവര്, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര്, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവരെ, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവരെ, അതുപോലെ തന്നെ കാർഷിക മേഖലകളെ കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികളെ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീരെ ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസം വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിൻ്റെ യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാമേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ്
കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്നെ വേദനിപ്പിക്കുക മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ ശ്രുതികട ഹല്ലേലൂയ. കടകമ്പോളങ്ങൾ നടത്തുന്നവര്, ഒറ്റയും പാട്ടത്തിലും താമസിക്കുന്നവര്, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവര്, അതിൻ്റെ വേദന അനുഭവിക്കുന്നവര്, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പണ്ട് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റായി പോയവർ, തിരിച്ചു കയറാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷേ ജോലിയില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല, അങ്ങ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നവരുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്തവരെ, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ, ഞാൻ കിണർ കുത്തി, എനിക്ക് വെള്ളം കണ്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ്, രണ്ടാമത്തെ കിണർ കുത്തുമെന്ന് വിചാരിക്കരുത്, ഞാൻ കുത്തത്തില്ല, ഞാൻ ഈ കിണർ കുത്തിയിരിക്കണം നിൻ്റെ നാമത്തിലാണെന്ന്, ഇവിടെ തന്നെ എനിക്ക് വെള്ളം തരണമെന്ന്. വിശ്വാസിക്ക് അവകാശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിൻ്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും. നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജയിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും,
അമ്മയോടുകൂടെ ജ്വലിക്കും. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നമ്മൾ ജയിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോടുകൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും. കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജ്വലിക്കും. മാറാരോഗ്യങ്ങൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. തലയിൽ നിന്ന് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് കർത്താവ്. രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. നമ്മൾ ജയിക്കും. കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും. കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് തെളിക്കാം. കൈയടിച്ചുകൊണ്ട് സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് തെളിക്കാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം ചുമലിലുത്തരക്കാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം ചുമലിലുത്തരക്കാം. നമ്മൾ ജയിക്കും. കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും. കൃപ ധരിക്കും. അമ്മയോടുകൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് തെളിക്കാം. എല്ലാവരും മുട്ട നീക്കുക, മൗനമായി മുട്ട നീക്കുക. എൻ്റെ മക്കളെ, ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ വിഷയത്തിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും.
ബ്രെയിനിന് അസുഖമുള്ള കുറേ ആൾക്കാർ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. മുട്ടിൻ്റെ താഴെ മുട്ടിൻ്റെ മുകളിൽ ഒരു വലിയ ചൊറി പോലെ കുരുവാണ്. എന്ത് അപകടത്തിൽ അത് പൊറുക്കാതെ കിടക്കുന്ന വ്രണമാണ്. കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വചനം വായിക്കാതെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വചനം വായിക്കുന്നില്ല. നിങ്ങളിന്ന് ചിന്തിച്ചായിരുന്നു, ഞാൻ വായിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന്. അത് ശരിയാണെന്ന് ഈശോ പറയുന്നു. അപ്പോൾ വചനം വായിക്കുന്നതായിട്ട് ദർശനമുണ്ട്. അതുകൊണ്ട് വചനം വായന നിർത്തിയവർ തീക്ഷണമായിട്ട് വായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമാപനാശീർവാദം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ